അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാട്ടുകാരൻ പാടിയപ്പോൾ ആ പാട്ട് കേട്ട ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു, നൗഷാദ് ആ പാട്ടിന് ചിലപ്പോൾ ഇനി വിശദീകരണം തേടി വരിക, അതിനെ ന്യായീകരിച്ച് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒറ്റടിക്ക് ഓൻ എതിർക്കാൻ കഴിയില്ല ആ പാട്ട്. കാരണം ഓനിൽപ്പെട്ട ആളുകളാണല്ലോ പാടുന്നത്. കാരണം പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളയാണ് എന്ന് പറഞ്ഞാണ്ട് പാടിയല്ലോ, ഞങ്ങൾക്ക് അള്ളയാണ് മടവൂര് എന്ന് പറഞ്ഞാണ്ട് പാടിയപ്പോൾ ആ പാട്ടിനെ ആ രൂപത്തിൽ പാടിക്കഴിഞ്ഞാൽ മുശ്രിക്കാവും, മുർത്തദ്ദാകും എന്ന് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നു ഓൻ പറഞ്ഞു, ന്യായീകരിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ബദരീങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ആ വിദ്വാൻ വീണ്ടും ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ടുണ്ടാക്കിയപ്പോൾ ആ പാട്ടിനെ ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, നൗഷാദ് എന്ത് ചെയ്യും, അതിനെ തേച്ച് വെളുപ്പിക്കും, ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നോക്കുക എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ മാതിരി തന്നെ പിറ്റേന്നത്തെ പരിപാടിയിൽ ഓൻ ആ പാട്ടിനെ വെളുപ്പിച്ചു. അതൊന്ന് കേട്ടു നോക്കുക നമുക്ക്. പാടുന്നവനും ശ്രദ്ധിക്കണം. കലാമുകൾ അത് അവരുടെ സ്വന്തം കൗമിനോട് പറഞ്ഞതുണ്ടാവും. ഇതൊക്കെ ആ പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് കേട്ടോ. പാട്ടിനെ ന്യായീകരിക്കാൻ വേണ്ടിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്, ശ്രദ്ധിക്കണം. സ്വകാര്യമായി പറഞ്ഞതുണ്ടാവും, കറാമത്ത് പോലെയല്ല, അതെല്ലാം പറയാനുള്ളതാണ്. കലാമുകൾ, സിറായ കലാമുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താർക്ക് ഉണ്ടാകുന്നൊരു സംശയം പോലെ സിറായ കലാമുകൾ ഉണ്ട്, അങ്ങനെ പറയാം. സിറായ കലാമുകളും ഉണ്ട്, ഉണ്ടാകുമെന്നല്ല, എന്തിനാ ലൗട്ട് സംസാരിക്കണം. ചോദിച്ച് അന്വേഷിച്ചേ പാടാവും. അല്ലാതെ പാടിയാൽ അതൊന്നും അഹ്ലുസുന്നക്ക് ഏറ്റെടുക്കേണ്ട കാര്യം. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അത് മശായിഖിന്റെ ടീം മാത്രമാണ്. അതിൽ അലിഫ് പോലും ഇവിടുത്തെ വേറൊരു ടീമിനുമില്ല. അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. ആയിക്കോട്ടെ, അങ്ങനെ ആരും വിചാരിക്കണ്ട. പക്ഷേ ഈ അഹ്ലുസുന്ന എന്ന് പറഞ്ഞ മശായിഖന്മാരുടെ ടീമാണ്. ഈ മശായിഖന്മാരുടെ ടീം ആരാ മശായിഖന്മാരുടെ ടീം? ഈ കുരുവട്ടൂരികൾ ശൈത്താനികളുടെ ടീമായി. കുരുവട്ടൂരികൾ ശൈത്താനികളുടെ ടീമാണ്, മുർത്തദ്ദീങ്ങളുടെ ടീമാണ്. അത് മനസ്സിലായിക്കച്ച്. അഹ്ലുസുന്നയുടെ ടീം, അഹ്ലുസുന്നയുടെ അലിഫ് പോലും മറ്റൊരു ടീമിനും ഇല്ല. എന്നാൽ സമസ്തക്കാരാണ് ഈ പറയുന്നത്. അതെല്ലാ സമസ്തക്കാരും പെട്ടു. AP സമസ്തയും പെട്ടു, EK സമസ്തയും പെട്ടു, ദക്ഷിണ കേരളയും മറ്റേ തെക്കൻ ജില്ലയും ഒക്കെ പെട്ടു, സമസ്ഥാനിയും ഒക്കെ പെട്ടു. ഓർക്കൊന്നും അലിഫ് പോലും ഇല്ല. ആർക്കുള്ളത്? മശായിഖന്മാരുടെ ടീം. ആരായി മശായിഖന്മാരുടെ ടീം? ഈ കുരുവട്ടൂരികളോ? നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈ കുരുവട്ടൂരികളെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് എല്ലാ സമയവും പ്രാർത്ഥിച്ചോളി എൻ്റെ മക്കളെ. ബാക്കി കേട്ടോളി, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. വലിയ കാര്യത്തിൽ ഇതാ വന്നിന് ഓരോരുത്തർ വാളക്കുളം വന്നൊന്ന് വിട്ടുകൊടുക്ക്. വാളക്കുളം വന്നതൊന്ന് വിട്ടുകൊടുക്കുന്നു. വാളക്കുളത്തിന് എന്താ എനിക്കൊരു പേടി? വാളക്കുളം ഉള്ളത് പറയും, കിതാബ് നോക്കിയിട്ടാണ് ഗണ്ണിക്കും. അപ്പം എൻ്റെ അടപ്പ് ആപ്പീസാണ് പൂട്ടുകയാണ്. അപ്പം എനിക്ക് വാളക്കുളത്തിനൊരു പേടിയാണില്ലേ. എന്നിട്ട് വാളക്കുളം വന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. ആയിക്കോട്ടെ, വാളക്കുളം പറ്റഞ്ഞി. 13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളെ സംബന്ധിച്ച് എന്തെല്ലാം വിവരക്കേടാണ് ഈ കള്ളത്വരീഖത്തിൻ്റെ, വ്യാജ ത്വരീഖത്തിൻ്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവർ. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമരായവർ അസ്ഹാബുൽ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് CM വലിയുല്ലാഹി തങ്ങൾ എന്ന് പ്രചരിപ്പിക്കുക വഴി ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെ നിന്ദിക്കുകയാണ് ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ ചെയ്യുന്നത്. തീർച്ചയായും ഉസ്താദെ, അത് തന്നെയാണ് ചെയ്തത്. മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നിന്ദിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എത്ര ആളുകൾ എൻ്റെ യൂട്യൂബിൽ ഈ നമ്പർ കണ്ടിട്ട് എന്നോട് തന്നെ എത്ര ആൾ വിളിച്ചു പറഞ്ഞു അറിയോ?
മടവൂർ CM വലിയുള്ളതിനെ സംബന്ധിച്ച് എത്ര മോശമായിട്ട് എത്രങ്ങാനും ആൾക്കാർ പറഞ്ഞു അറിയോ? ഞങ്ങൾ മടവൂരിനെ വലിയൊരു സംഭവമായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇതുപോലത്തെ പാട്ടുകൾ കേട്ടോക്കുമ്പോൾ ഉള്ള അദബ് പോയി, അവരോട് ഉള്ള ബഹുമാനം പോയി, ആദരവ് പോയി എന്ന് എത്ര ആളുകൾ പറഞ്ഞു. എത്ര സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അതിനെപ്പറ്റി ചോദിക്കുന്നു. എന്തുകൊണ്ട്? ഇവരുടെ ഈ പാട്ടുകൊണ്ട് 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ള പാട്ട് കാരണം 313 ബദരീങ്ങൾ ആര് എന്നുള്ളത് 3ാം ക്ലാസ് മുതൽ എത്ര വയസ്സ് വരെ ഓൻ ജീവിക്കണിച്ചാൽ ഓനറിയാം ഓൻ ആരാന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. മഹാനവറുകളുടെ പേരിൽ എന്തെല്ലാം വിവരക്കേടുകളാണ് ഈ കള്ളത്തൊരീക്കത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വിവരക്കേടല്ലേ ഉസ്താദേ? അതന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവരക്കേട് മാത്രം, മൗലിയാക്കന്മാരെ നിന്ദിക്കല് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇവനൊക്കെ ഇങ്ങനെ മാളത്തിലിരിക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം പുറത്തു വരാൻ. ഏടെ കുരുവട്ടൂർ ഗണ്ണൻ എന്ന് പറഞ്ഞ് വന്നെന്താ? ഈ ഗണ്ണനെല്ലാം കൂടി ഇപ്പൊ എവിടെത്തി? എന്നാ എനക്കൊരു വർത്താനം കേൾക്കണോ? വാളക്കുളം സക്കാവ്യം മാളത്തിൽ ഒളിച്ചു തീർക്കുന്നല്ലായിരുന്നു. എവിടെ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ് ഖണ്ഡനം നടത്തി. ആ ഖണ്ഡനത്തോടനുബന്ധിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും മനസ്സിലായി, കേരളീയർക്ക് മനസ്സിലായി, മലയാളികൾക്ക് മനസ്സിലായി, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ ശരിക്ക് പിഴച്ച വിഭാഗക്കാരാണ്, നിങ്ങൾ ബിദ്അത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എന്നുള്ളത് വാളക്കുളം സഖാഫിയുടെ ഒരു ഖണ്ഡനം കൊണ്ട് തന്നെ മനസ്സിലായി. പിന്നെ അതിനോടൊപ്പം ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു നിങ്ങൾ കള്ളന്മാരാണെന്നുള്ളത്. പിന്നെ അതിന് വരേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഒച്ചിട്ട് കൊണ്ടടക്കണീന് അതിന്റെ പിന്നിൽ വരാൻ വേറെ പണിണ്ടടോ. വേറെ എത്ര പണിണ്ട് അറിയിച്ച് എന്താ ഇങ്ങോട്ട് കാണാത്ത? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇപ്പം വിളിക്കണട്ടോ, വല്ല തല്ലാനും വിളിക്കണ മാതിരിയാ ഓന്റെ വിളി. എടാ കോമോ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ മാതിരി ഇങ്ങനെ വായാടിയായി നടക്കുകയല്ല വാളക്കുളത്തിന് പണി. വാളക്കുളം സഖാഫി മുദരിസ കുട്ടിയാൾക്ക് തല്ലി കൊടുക്കണം, കിതാബ് ഓതി കൊടുക്കണം, പണിയുണ്ട്. കിതാബ് ഓതി കൊടുക്കുകയാണ്, മഹല്ലിൽ കിതാബ് ഓതി കൊടുക്കുകയാണ്, പള്ളിയിൽ കിതാബ് ഓതി കൊടുക്കുകയാണ് പണി. അന്റെ മാതിരി കുത്തിത്തിരിപ്പേറ്റ് നടക്കല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഉറ്റുകൊടുക്കല്ല, ഇസ്ലാമിനെ കൊച്ചാക്കി കാണല്ല, ഔലിയാക്കന്മാരെ നിന്ദിക്കല്ല, ആലിമീങ്ങളെ തെറി പറയുകയല്ല അദ്ദേഹത്തിന് പണി. അദ്ദേഹത്തിന് മുത്താലിമീങ്ങളെ വാർത്തെടുക്കലാ പണി. അന്റെ മാതിരി കുത്തിത്തിരിപ്പേറ്റ് നടക്കുകയല്ല. അത് മനസ്സിലാക്കിക്കോ. വാളക്കുളത്തിന്റെ ഒരൊറ്റ ഖണ്ഡനം കൊണ്ട് അന്റെ അടപ്പും ആപ്പീസും പൂട്ടി. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെടലോടുകൂടി ഇനി വാളക്കുളം അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് മനസ്സിലായിക്കോ. പേര് കുരുവട്ടൂർ ഗണ്ണെന്നിട്ട് പ്രസിദ്ധീകരിക്ക്. ഞങ്ങളുടെ ആശയം ഞങ്ങൾ നേരിട്ട് പറയുന്നുണ്ട്. അതിന് വേറെ പാട്ട് വെച്ച് ഞങ്ങളെ പറയേണ്ട ആവശ്യമില്ല. എന്ത് തേങ്ങാക്കൊലയങ്ങായി ജന്റെ ആശയം പറയുന്നത്? ജന്റെ ആശയം, എൻ്റെ ആശയം ഇതാണെങ്കിൽ, ഇപ്പൊ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ആശയമെങ്കിൽ, എൻ്റെ ആശയം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ. കാരണം അത്രയും വൃത്തികെട്ട ആശയമാണ് എൻ്റെത്. ആലിമീങ്ങളെ തെറി പറയുക, ആലിമീങ്ങളെ നിന്ദിക്കുക, വലിയ വലിയ ആളുകളെ എടാ പോടാ എന്ന് വിളിക്കുക. ഞാൻ എന്നെ വിളിച്ചത് വെച്ചാൽ ഞാനൊരു വയസ്സുകാരനാ. അതുകൊണ്ടാണ്. ഇതിനെക്കാട്ടിൽ എനിക്കൊരു വയസ്സും കൂടുതലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലാക്കിക്കോ. ഇത് വലിയ വലിയ ആലിമീങ്ങളെ തെറി വിളിക്കുക ചെയ്യണത്. ഇനി അങ്ങനെ ഒരു പാട്ടുകാരൻ പാടിയാൽ ഇനി കേട്ടോളിട്ടോ. ഇനി ആ പാട്ടിനെ ന്യായീകരിക്കുകയാണ് ഈ ഹംക്ക്. ആ പാട്ടിനെ ന്യായീകരിക്കുകയാണ്. കേട്ടോളി, പറയട്ടെ. ഒരു പാട്ടുകാരൻ പാടുകയാണ്, മടവൂർ ശൈഖുനാന്റെ കലാമായി 313 ബദരീങ്ങൾക്ക് ഞാൻ പോരെ, നിങ്ങൾക്ക് ഞാൻ പോരെ. ചോദിക്കണ് എങ്ങനെയുണ്ട് നാടന്മാരായ ആളുകൾ ഇവൻ്റെതൊക്കെ കേട്ട് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളി. 313 ബദരീങ്ങൾക്ക് ഞാൻ പോര് മടവൂര് പറഞ്ഞു. പാച്ച നോളമാനും മടവൂരിന്റെ പേരിൽ വെച്ചിട്ട് മടവൂരുണ്ടെങ്കിൽ ആ മൈക്കും കൂട്ടി എൻ്റെ ചീരി അടക്കി തച്ചിരുന്നു. എന്നാ ഒരു ഭാഗത്തേക്ക് കോടി എപ്പുറത്തേക്ക് കൂടും. എന്താ മശായിഖിന്റെ കലാമ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളാകെ പഠിച്ചത് എന്താ? നിങ്ങൾ 10-15 കൊല്ലം ഈ
ഇവന്റെ വർത്താനം കേട്ട ഇവൻ മാത്രമുള്ളു കിതാബൊക്കെ നോക്കിയിട്ട് 10-15 കൊല്ലം കിതാബ് ഓതിയിട്ട് പോട ബണ്ടൊക്കെ അവിടുന്ന് ഇജേതാ അടുപ്പെന്നാ വരുന്നത്. 313 ബദിരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക് എന്നുള്ളത് തെറ്റാണ്, പാടില്ല, കുഫിരിയത്താണ്. ഇസ്ലാമെന്ന് പുറത്തു പോവും. എൻ്റെ ആ പാട്ടുകാരനോട് പോയിട്ട് ഷഹാദത്തിൽ മെലിയാണ്ട് നല്ല കുളിച്ചുകാണ്ട് വന്ന് സുന്നത്ത് കരിച്ചുകാണ്ട് കൂടാൻ പറയേ, അത് പറയേ. അതിന് ന്യായീകരിച്ച അന്യ ഞങ്ങൾ പച്ച ബല കൂട്ടത്തിലിടുന്നു, അത് മനസ്സിലാക്കിക്കച്ച്. ഇത് എന്നിട്ട് ആ പാട്ടിനെതിരായിട്ട് ആ പാട്ട് പാടിയതിനിക്ക് ഗണ്ണിച്ചിട്ട് ഓൻ വേറെ പാട്ടിട്ടു. ഒന്നും കൂടി ആ പാട്ടൊന്ന് കേട്ടു നോക്കാം നമുക്ക്. 13 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം എന്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. നൗഷാദ് കള്ളത്തരീക്കത്തുകാരനാണെന്നുള്ള വ്യക്തമായി. അതൊന്ന്. രണ്ടാമട്ടം നൗഷാദ് ന്യായീകരിച്ച പാട്ടാണ് 313 ബദിരീങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി നിങ്ങൾക്ക്. അങ്ങനെ പറയാം എന്നാണ് നൗഷാദിന്റെ വാദം. അതുപോലെ തന്നെ 1000 ശംസുല്ലുലമക്ക് പകരം എൻ്റെ സ്വാഹിബിന്റെ രൂപം മതി നിങ്ങൾക്ക്. ശംസുലുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരാവാം, ശംസുലുലമ EK ഉസ്താദ് ആവാം. ഇവരിൽ ആരെങ്കിലേക്കാരപ്പ പറയണത്? ഇവർക്കൊക്കെ പകരം എൻ്റെ സ്വാഹിബിന്റെ രൂപം മതി എന്ന് മടവൂര് പറഞ്ഞു എന്ന് പറയണേ. ഇവൻ പാടുന്ന ഇവനുണ്ടല്ലോ, ഇവൻ മടവൂരിനെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. കാരണം മടവൂര് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാ. ആ മടവൂരിനെ സംബന്ധിച്ചാ പിന്നെ ഈ പറയണത്. ഏതായാലും ആവട്ടെ, ഇതൊരു കുഫിരിയത്താണ്. ഇസ്ലാം എന്ന് പുറത്തും മുർത്തതാണ്. എത്ര ന്യായീകരിച്ചിട്ട് കാര്യമില്ല നൗഷാദേ. ഇത് ഏത് നാടന്മാർക്കും അറിയും ഈ പാട്ട്. എന്നാൽ ഈ പാട്ടിന് പകരം ഒരു പാട്ട് കൊണ്ടുവരാ. അബൂജഹൽ ഖുർആൻ കൊടുന്ന മാതിരി അബൂജഹൽ ചെറിയ ഖുർആന്റെ ആയത്തെങ്കിലും കൊണ്ടുവരേന്ന് പറഞ്ഞു. അപ്പൊ കൊടുന്നപ്പോ ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കി, എന്താ ഇനി കൊണ്ടുവരികയെന്ന്. കൊടുന്നതാണ് അൽ ഫീലു മൽ ഫീൽ വമാ ദുറാക മൽ ഫീൽ ലഹു ദനബുൻ തവീൽ. അതാ കൊടുന്നത് അല്ലേ. ആനാന്ന് പറഞ്ഞ വലിയ ആനയാണ്, വലിയ നീളമുള്ള വാലുള്ള ആനയാണ്, വാലുള്ള ആനയാണ്, ഇങ്ങനല്ലേ പറഞ്ഞത്. അപ്പൊ തന്നെ ഓന് മനസ്സിലായി ഇത് മനുഷ്യകരാമല്ല ഖുർആൻ. ഓനെ ബോധ്യപ്പെട്ടു. പക്ഷെ അനക്ക് ഇതും ബോധ്യപ്പെടുന്നില്ല, ആനക്ക് അതും ബോധ്യപ്പെടുന്നില്ല. ഈ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. എന്നിട്ട് ഇതിന് പകരം കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ പാടിയൊരു പാട്ടാ കൊണ്ടിരുന്നേ. ആ പാട്ടൊന്ന് കേട്ടു നോക്കുക. ആ പാട്ടിലുള്ള തെറ്റ് നമുക്കൊന്ന് നോക്കുക, എന്താണെന്ന് കേൾക്കാനോ. എന്നാ ഏപ്പിനെ കുറിച്ച് പാടുമ്പോ യാതൊരു ലക്കും ലഗാനും ഇല്ലേനും. ആയിക്കോട്ടെ, ആ ലക്കും ലഗാനും ഇല്ലാത്ത ആ പാട്ടൊന്ന് കേൾക്കട്ടെ നമുക്ക്. ആ പാട്ടൊന്ന് കേൾക്കുക. അവിടെ ഒരു പ്രശ്നമില്ലല്ലോ. എത്ര പാട്ടുണ്ട്? ഞാനൊരു 25 പാട്ടുണ്ടാക്കി, പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കൂടുതൽ സമയമില്ല, സമയം 25 പാട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. ആ പാട്ട് കേട്ടപ്പോ തന്നെ വേഗം വേറെ പാട്ട് തരണ്ടേ? ആയിക്കോട്ടെ, 25 സമയം കഴിഞ്ഞിച്ചാലും ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട് ഇടേ കേൾക്കട്ടെ. കഴിഞ്ഞു പോയി. അടുത്തിന് വേണമെങ്കിൽ കേപ്പിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്ക്. ടുക്കും അലമുകൊല്ലും അത്ഭുതം കൂറും മൗലാന മൗലൽ ആലമി സുൽത്താനുൽ ഉലമാ സ്വല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. അബുൽ ഐതാമെന്നാരംഭ പേരെ അരിമുല്ല മലരെ തങ്കനിലാവേ മുത്തു റസൂലിൻ ആശിഖം നൂറെ മൗലാന മൗലൽ ആലമി സുൽത്താനുൽ ഉലമാ. ഫസ്റ്റ് ഒന്ന് കേൾപ്പിക്കുവാൻ ആദ്യം എന്താ മോനെ അതിന്റെ ഫസ്റ്റത്തെ എടുക്കേ, അടുക്കത്തൊക്കെ പോട്ടെ, അടുക്കത്തോ അവസാനത്തൊക്കെ പോട്ടെ. ഫസ്റ്റ് എടുക്ക മോനെ, ഫസ്റ്റ് എടുക്കേ. പറഞ്ഞ ആദ്യം പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ, അവിടെ തന്നെ എന്താ കളിച്ചന അവിടെ തന്നെ. ഓടിയടുക്കും അലമുകൊല്ലും അത്ഭുതം കൂറും മൗലാന ആലമുകൊല്ലും അത്ഭുതം കൂറും. അതിലെന്താ പ്രശ്നം? എനിക്ക് ആലമു കൊല്ലും അത്ഭുതം കൂറും എന്താണ് എനിക്ക് അതിൽ പ്രശ്നം? അതിലെന്താ വിഷയം? ആലം മൈന മാസിവൽ ബാരി പേരോട് കേട്ടാ ബോധം കെട്ട് വീഴും.
പേരോട് കേട്ട ബോധം കെട്ട് ബുകാനേ അന്റെ തൊരീക്കത്തിലല്ല പേരോടുള്ളത് അത് മനസ്സിലാക്കിക്കോ. പേരോട് ആൺകുട്ടിയാ, പുലിക്കുട്ടിയാ. ഷംസുലമ പറഞ്ഞ പുലിയാന്ന് പറഞ്ഞത്, ആ പുലിക്കുട്ടിയാ പേരോട്. അത് മനസ്സിലാക്കിക്കോ. അപ്പൊ അല്ലാത്ത ഈ കണ്ട കടാഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, എല്ലാ ലോകവും AP-യുടെ പേര് കേട്ടാൽ അത്ഭുതം കൂറും. എന്തായാലും സംശയം, ആലം മൊത്തം അത്ഭുതം കൂറും. എന്താ സംശയം? യത്തീമീങ്ങളെ വളർത്തിയാൽ അങ്ങനെ ഉണ്ടാവും. ജത്തീമിന്റെ തിന്നാൻ പോകല്ലേ, ജത്തീമിന്റെ കൂടി കക്കാൻ നിൽക്കല്ലേ. അങ്ങനെ തന്നെ അല്ലേ വളർന്നിക്കണത്. എത്തി കുട്ടികളെ കായ് വാങ്ങിയിട്ട് കൊടുക്കാൻ നിന്നിട്ടില്ലേ? ജന്റെ മാതിരിയല്ല. അപ്പൊ അത് അത്ഭുതം കൂറും. ഇന്നയോ ആരാ? മൗലാന മൗലൽ മർക്കസ് എന്നല്ല, മൗലൽ ആലം. തേങ്ങാക്കൊലയ ചങ്ങായിമാർ. ഏയ്, ആ പാട്ടിന് പകരം പാടിയാണ്ട് പരിഹസിക്കുന്ന കോലം കണ്ടില്ല നിങ്ങള്? അത് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം ഈ കള്ളനെ. സുൽത്താനിൽ ഹിന്ദ് പോയിട്ട് സുൽത്താൻ മർക്കസ് തന്നെ ആകാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് മൗലാന മൗലൽ ആലമേനോട് ആലമിന്റെ രക്ഷിതാവോ AP-യോ? ആടോ, ആലമിന്റെ രക്ഷിതാവ് AP. എനിക്കെന്താ പ്രശ്നം എന്നിട്ട്? ആയിക്കോട്ടെ, ഇജ്ജ ആലമിലുള്ളതാ. ഇജ്ജ് ഏത് മണ്ണാങ്കട്ടിയിലുണ്ടായതാണാവോ? അവിടെ നിങ്ങൾക്ക് ശിർക്കില്ലേ? അവിടെ നിങ്ങൾക്ക് ഇസ്രാഫില്ലേ? മടവൂര് ശൈഖുനെ കുറിച്ച് ഒരു പാട്ടുകാരൻ പാടുമ്പോ എന്താ നിങ്ങള് ഹാലളകള്? എന്താ നിങ്ങളെ പ്രശ്നം? എടാ ചെങ്ങായി, ഈ പാട്ടിൽ എന്താ ശിർക്ക്? അതൊന്ന് പറയാ. ഈ പാട്ടിൽ എന്താ പാടാൻ പറ്റാത്ത പാട്ട്? ഈ പാട്ടിൽ എവിടെ ഉള്ളത്? ചെങ്ങായി, AP ഉസ്താദിനെ പുകയ്ത്തി പാടിയോടുത്ത് ഏത് പാട്ടിലാ ശിർക്ക് വന്നിക്കണത്? എവിടെ വന്നിട്ടുള്ളത്? ഇജ് കോട്ടി മാറ്റിയാണ്ടേ കഴിച്ചിലാകാൻ നോക്കല്ലേ. ശിർക്ക് മുശിരിക്കാകുന്ന, അതേമാതിരി മൂർത്തത്താകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പാട്ടുകാരൻ പാടിയപ്പോൾ അതിനെ വെളുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ച പാട്ട് ഏത് പൊട്ടനും തിരിയടോ, ഏത് പൊട്ടനും തിരിയും. അതിൻ്റെ അർത്ഥം ഇജ് കള്ളത്തൊരീക്കത്തുകാരനാണ് തന്നെയാണ്, കള്ളത്തൊരീക്കത്തുകാരൻ.